ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാത്രിയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എന്താണെന്നുള്ളതൊന്നും മനസ്സിലായില്ല, കാരണം ഫുള്ള് ഇരുടായിരുന്നു. ഇന്ന് ഒരു സ്ട്രീമിൽ പോകുന്നുണ്ട് ആദ്യം, അത് കഴിഞ്ഞൊരു വാട്ടർഫോൾസ്, പിന്നെ നോർമൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ഷെഡ്യൂളാണുള്ളത്. അപ്പോൾ ഓൾറെഡി നമുക്ക് കാണാം ഇവിടെയൊക്കെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡി വേൾഡിൽ നിങ്ങൾക്ക് അത്രയും വലിയ ഫെസിലിറ്റിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹട്ടുണ്ട്. സീസൺ ഔട്ടായതുകൊണ്ട് തന്നെ വലിയൊരു തണുപ്പൊന്നും നമുക്കില്ലെങ്കിലും നോർമലി കുഴപ്പമില്ലാത്തൊരു തണുപ്പ് മോർണിംഗിലൊക്കെ ഉണ്ട്. രാത്രി പതുക്കെ തണുപ്പ് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഉച്ചക്കൊന്നും ഇവിടെ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യാമെന്നില്ല, കാരണം ചൂട് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിൽ പാട്ടിട്ട് പോയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. വയനാട്ടിൽ നമുക്കൊക്കെ അറിയുന്ന തൊള്ളായിരംകണ്ടി ഭാഗത്തുള്ള വെള്ളപ്പൻകണ്ടി എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സ്റ്റേക്കേഷൻ ഉള്ളത് കേട്ടോ. നമ്മൾ ആ ഒരു ഹട്ടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമായി. ഈ കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. രാത്രി കണ്ട കാഴ്ചകളൊന്നുമല്ല കേട്ടോ, രാവിലെ ഇവിടെ വേറൊരു വൈബാണ്. ഇവിടെ നമ്മൾ രാത്രിയൊക്കെ വെടിയേറ്റുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. എന്തായാലും രാവിലെ കാണാൻ ഭയങ്കര രസമുണ്ട്. എന്തായാലും ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2-3 ടീമൊക്കെ ആയിട്ട് ഇതുപോലെ ക്രിക്കറ്റ് കളി പരിപാടിയൊക്കെ തന്നെയായിരുന്നു പരിപാടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റുകളായിരിക്കും നാളെ നമ്മുടെ മെമ്മറീസിൻ്റെ ഭാഗമാകുന്നത്. നമ്മളിന്നേരം രാത്രി സ്റ്റേ അടിച്ചത് ഈ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ പറ്റിയ ഏരിയയാണ്. അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അതായത് 2-3 ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എണീറ്റുകൊണ്ട് വലിയ അലമ്പായിട്ട് കിടക്കണതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേയിൽ നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ട്രീമിൽ പോകണു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വാട്ടർഫോൾസിൽ പോകണം, പിന്നെ നമ്മളെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓ, ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളാണ് ഈ സ്റ്റേക്കേഷൻ്റെ 4 ഭാഗത്തുള്ളത്. അത് ഞങ്ങൾ ടീമായിട്ട് എല്ലാവരും സ്ട്രീമിലേക്ക് ഇറങ്ങി. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വേനൽക്കാലത്തിലെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫുള്ള് പാറകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു സ്ഥലം മുതൽ ഒരു തലവരെ വെറുതെ നടന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ കുറേ നടന്നു. എന്തായാലും എല്ലാവരും കൂടെ ഉള്ള എന്തായാലും മൊമെൻ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്കറിയാം നാച്ചുറൽ സ്പോട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. അത്തരത്തിലുള്ള മൊമെൻറ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കലും കാര്യങ്ങളായിരുന്നു. ഈ മീറ്റപ്പ് ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരുടെ ഫോണിലും ക്യാമറയിലും അവരൊക്കെ പതിപ്പിച്ചു എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അങ്ങനെ കുറച്ച് നിർത്തത്തിന് ശേഷം നമ്മൾ പറഞ്ഞ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അത്ര വലിയൊരു വാട്ടർഫാൾസ് അല്ലെങ്കിലും ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. നേരം 11 മണിയായപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിൽ കുളിക്കാറിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്തു. കാരണം അത്രയും തണുപ്പുള്ള വെള്ളമായിരുന്നു. മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്റ്റേക്കേഷൻ്റെ 4 സൈഡിലുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വാട്ടർഫാൾസിലേക്ക് കുളിക്കുക ശേഷമുള്ള റിട്ടേൺ പോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ടുള്ള നമ്മുടെ ആ ക്യാമ്പ് ഇവിടെ അവസാനിക്കാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പ്? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാണ്. സ്റ്റേക്കേഷനിൽ നമ്മളിന്ന് കുറച്ച് നേരത്തെ എത്താണെന്നുണ്ടെങ്കിൽ തലേന്നത്തെ ഒരു റൂട്ടാണ് ഈ കാണുന്നത്. നമുക്ക് രാവിലെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ കിട്ടിയില്ല. റിട്ടേൺ പോകുമ്പോൾ എന്തായാലും അത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. മുന്നിൽ പോകുന്ന 2 ആൾക്കാരില്ലേ, അത് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ്. അവരെന്തായാലും ആ ബൈക്ക് ഒറ്റക്ക് കയറ്റാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അവിടെ ഇവിടേക്ക് ചെറുതായിട്ട് കുടുങ്ങിയെങ്കിലും അവർ നൈസായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരത് സിമ്പിളായിട്ട് കയറ്റി. ഇത്തരത്തിലുള്ള 2 ജീപ്പിലാണ് നമ്മൾ അവരെ റിട്ടേൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും അടുത്ത കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെമ്മറികൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ചുരം ഇറങ്ങി ഞങ്ങൾ നേരെ നാട്ടിലേക്ക്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.